നമ്മളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ അഫർമേഷൻസ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നമുക്ക് ഭയങ്കര ദേഷ്യം, ഭയങ്കര നെഗറ്റീവ് ഇമോഷൻസ്, അൺനെസസറി തോട്ട്സ് ഇതൊക്കെ ആയിട്ട് വട്ടായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് വിചാരിക്കും നമ്മള്. അപ്പൊ നമ്മൾ ശരിക്കും പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഐ ആം പീസ്ഫുൾ, ഐ ആം പീസ് ഇങ്ങനെ പറയും. പക്ഷെ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വർക്കാവൂല. ആകെ വട്ട് പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇരുന്നുകൊണ്ട് ഒന്നാമത്തെ നമുക്ക് അഫർമേഷൻസ് പറയാൻ തോന്നൂല. ഇനി അഫർമേഷൻസ് പറയുമ്പോൾ ഐ ആം പീസ്ഫുൾ, നമുക്ക് തന്നെ അറിയാം നമ്മൾ ഭയങ്കര ദേഷ്യം കൊണ്ട് ഇതായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ പീസ്ഫുൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ദേഷ്യം വരെയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് അഫർമേഷൻസ് യൂസ് ചെയ്യേണ്ട ശരിക്കുള്ള നല്ല മെത്തേഡ് എന്താന്ന് വെച്ചാല് നമ്മള് ഭയങ്കര ഇപ്പൊ നമുക്കുള്ള ഭയങ്കര ദേഷ്യവും നെഗറ്റീവ് ഇമോഷൻസ് ആണ്. നമുക്ക് പോകേണ്ട ഒരു സ്റ്റേറ്റ് ഹാപ്പിനെസ്, പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ടാണ് നമുക്ക് പോവേണ്ടത്. അതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് റിസൾട്ട് വേണ്ടത്. അപ്പൊ നമ്മൾ അതിലോട്ട് പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം നമ്മൾ ഇപ്പോഴത്തെ ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക. ദേഷ്യം വരുന്നു, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കുറെ ഇമോഷൻസ് വരുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഐ റിലീസ് മൈ നെഗറ്റീവ് ഇമോഷൻസ്. ദേഷ്യമാണെന്ന് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക, അവെയർ ആവാ. എനിക്കിപ്പോ ദേഷ്യമാണെങ്കിൽ നമ്മളുടെ അഫർമേഷൻസ് ഐ ആം വില്ലിംഗ് ടു റിലീസ് ഓൾ മൈ ആങ്കർ. ഞാൻ എന്റെ എല്ലാ ദേഷ്യത്തിനെയും പുറത്തേക്ക് കളയുന്നു, മോചിപ്പിക്കുന്നു. ഞാൻ ജസ്റ്റ് ഉപയോഗിക്കാറുള്ളത് ഇംഗ്ലീഷിൽ തന്നെയാണ് ഈ അഫർമേഷൻ. ഐ റിലീസ് ഓൾ മൈ ആങ്കർ. ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞല്ലോ. അല്ലാതെ നമ്മൾ ഐ റിലീസ് ഓൾ മൈ ആങ്കർ എന്നുള്ളതിനെ ഞാൻ എൻ്റെ എല്ലാ ദേഷ്യത്തിനെയും സ്വതന്ത്രമാക്കുന്നു, മോചിപ്പിക്കുന്നു. അങ്ങനത്തെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല പേഴ്സണലി. ഈ അങ്ങനത്തെ വാക്ക് ഞാനെന്നല്ല നിങ്ങളും ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. മോചിപ്പിക്കുന്നു, സ്വതന്ത്രമാക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ വർത്താനം പറയുന്ന രീതിയിൽ തന്നെ അഫർമേഷൻസ് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ എല്ലാ ദേഷ്യത്തിനെയും ഞാൻ കളയുന്നു, എല്ലാ ദേഷ്യത്തിനെയും അങ്ങനത്തെ രീതിയിൽ നിങ്ങളുടെ പ്രാദേശികമായിട്ട് നമ്മൾ സംസാരിക്കുന്ന മലയാളം ഉണ്ടായിരിക്കുമല്ലോ, ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ദേഷ്യമാണ് നമുക്കിപ്പോൾ നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഐ റിലീസ് ഓൾ മൈ ആങ്കർ എന്നുള്ളൊരു അഫർമേഷൻസ് എടുക്കാം. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കും, ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അത് ഐഡന്റിഫൈ ചെയ്താൽ ഐ റിലീസ് ഓൾ മൈ ഇറിറ്റേഷൻ, ഐ റിലീസ് ഓൾ മൈ ഫ്രസ്ട്രേഷൻ. നമ്മൾ എന്തൊക്കെ ഇമോഷൻസ് ആണോ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിനെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു അഫർമേഷൻ. ആദ്യം തന്നെ നമുക്ക് അതാണല്ലോ വേണ്ടത്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഞാനിപ്പോ ഇങ്ങനത്തെ ഇമോഷൻസിലാണെന്ന് എനിക്കറിയാം, എനിക്കിത് ആവശ്യമില്ല. ഐ റിലീസ് ഓൾ ഇമോഷൻസ് ദാറ്റ് ഈസ് നോ ലോങ്ങർ നീഡഡ്. ദാറ്റ് ഈസ് എന്താണ്, നമ്മളത് സെർവ് ചെയ്യാത്ത, നമുക്ക് ഉപകാരപ്രദമല്ലാത്ത എല്ലാ ഇമോഷൻസിനെയും ഞാൻ റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു അഫർമേഷനാണ് നമ്മൾ എടുക്കേണ്ടത്.